ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോട് ഔട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ നേരം ബ്ലോക്കിലൊക്കെ നിന്ന് ഞങ്ങളിത് ലാസ്റ്റ് ഹൈവേയിലെത്തിട്ടോ. രണ്ടാൾ നല്ല വർക്കായിട്ടോ. നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തിയിട്ടില്ല, അതിന് മുന്നേ തന്നെതാ അവിടെ എത്തുമ്പോഴത്തേന് നീച്ചേക്കാറല്ലേ ഇന്ന് പ്രതീക്ഷയിൽ. ഏകദേശം നമ്മൾ എപ്പോഴേക്കാണ് അവിടെ എത്തുക? 8 മണിക്കാവൂലേ? കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നമ്മൾ ഫസ്റ്റ് നിക്കാഹ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് വേണ്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് ലോങ് ഡ്രൈവൊക്കെ ഒന്ന് പോവാനും അടുത്ത് തന്നെ നല്ലൊരു സിറ്റി എന്നത് നമ്മുടെ കാലിക്കറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കാലിക്കറ്റിനോട്. നമ്മളുണ്ടല്ലോ എവിടേക്കെങ്കിലും ഒന്ന് പോകാറ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക അടുത്ത് എവിടെയെങ്കിലൊക്കെ പോവാന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേന് എവിടേക്കാ പോവാന്ന് പറയുമ്പോൾ ആദ്യം വരുമ്പോൾ കാലിക്കറ്റ് പോയി വരില്ലേ. അതാകുമ്പോൾ അടുത്തുമാണ്, നമുക്ക് വേഗം പോയി വരികയും ചെയ്യാം. ഇത്രയും നേരം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് അതിലങ്ങനെ പോയിട്ടോ. ഇപ്പോൾ ഇവരൊക്കെ ഉറങ്ങിയപ്പോൾ ഭയങ്കര സൈലൻസ്, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരികയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കാലിക്കറ്റ് ആയതുകൊണ്ടേ പല പല കാര്യങ്ങൾ. ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് കോവിഡ് ടൈമിലായിരുന്നു, അതുകൊണ്ട് എവിടേക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒന്ന് ഓപ്പൺ ആയ സമയത്തും നമ്മൾ എവിടേക്കും ഇറങ്ങൂലല്ലോ. ലോങ് ഡ്രൈവ് ഇതുപോലെ ഇങ്ങനെ കാലിക്കറ്റ് വരും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കും, കുറേ സംസാരിക്കും, എന്നിട്ട് തിരിച്ച് അതേപോലെ വീട്ടിൽ പോകും. എവിടെ ഇറങ്ങുക പോലും ഇല്ല. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ പോയപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇതാ ഇപ്പോൾ ബ്ലോക്കിലാണ് നിൽക്കുന്നത്, കാണിച്ചിട്ടാട്ടോ. എപ്പോഴാണ് ഞാൻ അവിടെ എത്തുകയെന്ന് അറിയില്ല. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലമായി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ബീച്ചിലെത്തിയിട്ടോ. ഏകദേശം ഒരു 8:30 അവിടെ എത്തിയപ്പോൾ തന്നെ 1-2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്താണ് ഇത്രയും ടൈം എടുത്തത്. പക്ഷേ എത്തിയിട്ടും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഞങ്ങൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ നോക്കിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി എടുത്ത് പോകുന്നുണ്ടോ നോക്കിയിട്ട് കുറേ ചുറ്റിട്ടോ. അത് എപ്പോൾ കാലിക്കറ്റ് വരികയാണ്, ബീച്ച് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെയായിട്ട് അവസ്ഥ. അവിടെ എപ്പോഴും ഫുള്ളായി കാരണം അന്ന് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് തോന്നുന്നുണ്ട് ഇത്ര തിരക്ക്.